എന്തായാലും ഒരുപാട് സന്തോഷം. ഏറെ പ്രിയപ്പെട്ട സിറാവ് സിറാജിയുടെ ഇത്തരത്തിലൊരു വേദിയിൽ സംസാരിക്കാൻ, ഒരു പാട്ട് പാടാൻ അവസരം കിട്ടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന, അതിലേറെ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ തന്നെ ഞാൻ ഈ പോസ്റ്റ് വേദിയിലിട്ട സമയത്ത് ഇത് നമ്മുടെ പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, കലാകാരന്മാർക്ക് രാഷ്ട്രീയം പാടുണ്ടോ, അത് ആ വേദിയിൽ പങ്കെടുക്കാൻ പാടുണ്ടോ? ഞാൻ ചോദിച്ച കാര്യം, ഈ ബാലസംഘത്തിലൂടെ SFIയിലൂടെയൊക്കെ ഈ വേദിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ പിന്നെ ഏത് വേദിയിലാണ് പാടുന്നത് എന്നുള്ളത്. ഏതൊക്കെ വലിയ വേദിയിൽ പോയി കഴിഞ്ഞാലും എവിടെയൊക്കെ സംസാരിക്കുമ്പോഴും എപ്പോഴും ഞാൻ കൂട്ടി യോജിപ്പിച്ച് പറയുന്നതാണ്, ഞാൻ മനുഷ്യനേതെങ്കിലും വേദിയിലൊക്കെ സംസാരിക്കുന്നു പാടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒപ്പം ഒരുപാട് മനുഷ്യരൊപ്പുന്നുണ്ട് മാത്രമാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. പാട്ട് പാടാനാണ് വിളിച്ചത്, പക്ഷേ എന്തെങ്കിലും പറയാതെ വെറും പാട്ട് മാത്രമായിട്ട് ഒരു കാര്യമില്ല. എന്തായാലും നിലമ്പൂരിലെ ഏറെ പ്രിയപ്പെട്ട മനുഷ്യരുടെ മനസ്സിൽ സ്വരാജ് ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ ഏറെ പ്രിയപ്പെട്ട, ഞാൻ മഞ്ചേരിക്കാരനാണ്. മഞ്ചേരിയിൽ നിന്ന് നമ്മൾ വീട്ടിൽ നോക്കാൻ ഇലക്ഷനിൽ സ്വരാജാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ സമയത്ത് ഇടയ്ക്കൊക്കെ അമ്മ ജന്റെ നിലമ്പൂരിലുള്ള കൂട്ടുകാരോട് വിളിച്ചു, എന്താ ഇവിടുത്തെ സ്ഥിതി, എല്ലാം ആകെ ടെൻഷനാണ് നടത്തും. ഇതന്നെയുള്ള എല്ലാ വീട്ടിലും അറിയാം. അപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് കാണുന്ന സമയത്തൊക്കെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട നിലമ്പൂരിൽ കോളേജ് പഠന കാലത്തുള്ള പ്രിയപ്പെട്ടവരൊക്കെ വിളിക്കുന്ന സമയത്ത് സ്വരാജിന്റെ വാർത്ത അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ട്രെൻഡ് അറിയുന്ന സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട്. നേരത്തെ പ്രിയപ്പെട്ട ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ മുന്നോട്ട് പോകുമ്പോഴും ഈ ഒരു ട്രെൻഡ് ഇതുപോലെ തന്നെ നിൽക്കാൻ സാധിക്കട്ടെ. ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇലക്ഷൻ ഉള്ളത്. നിലമ്പൂരിലെ 100-ൽ ഏകദേശം 60-ന് അടുത്തുള്ള ശതമാനം മനുഷ്യരിപ്പോഴെ ആ വോട്ട് ചെയ്യണമെന്നുള്ളത് മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അടുത്ത ദിവസങ്ങളിലുള്ള ഏറ്റവും പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് വിജയം ഉറപ്പിക്കാമെന്നാണ് ഈ വേദിയിൽ സൂചിപ്പിക്കാനുള്ളത്. കൂടുതലൊന്നും പറയുന്നില്ല, പാട്ട് പാടാനാണ് അധ്യക്ഷൻ വേദിയിൽ വിളിച്ചത്. ഒരുപക്ഷെ എല്ലാവരും അറിയുന്നത് കലാപ്പള്ളി എന്നുള്ള പാട്ടിലൂടെ ആയിരിക്കും. എങ്കിൽ പോലും എല്ലാവരും, ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളൊന്നും എന്നുള്ളത് ഏതൊരു കാലത്തും എഴുതി വയ്ക്കുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശ്രീഹരി തറയിൽ എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളിലൊന്നാണ് ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്ന് തീർത്തു വന്നതാ എന്ന് പറയുന്നൊരു പാട്ട്. ആ പാട്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു വേദിയിൽ പാടുന്നത്, ഒരു പ്ലൈബാക്ക് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് പാടുന്നത്. നറകര എന്നുള്ള ചെറിയൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. നാട്ടിലുള്ള ഒരുപാട് അവിടെ ശോഭ ചേച്ചിയും ശാന്ത ചേച്ചിയും പാടത്തൊക്കെ പണിയെടുക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ അടയാളപ്പെടുത്തണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തിൽ ഞാൻ ചെയ്തിട്ട് പ്രിയപ്പെട്ട പാട്ടുകളൊന്നാണ്. എന്തായാലും പാട്ടിൻ്റെ ഒരു താളത്തിൽ കൈയടിച്ചു പോവാം അല്ലേ? റെഡിയല്ലേ? ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നണീറ്റു, ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നണീറ്റുയർത്തു വന്നതാ പിന്നരുള്ള വഴികളും ചെവിയടച്ചൊരിയവും പഞ്ചമിക്കു പതിതമായ പള്ളിക്കൂടവും, പിന്നരുള്ള വഴികളും ചെവിയടച്ചൊരിയവും പഞ്ചമിക്കു പതിതമായ പള്ളിക്കൂടവും, ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നണീറ്റുയർത്തു വന്നതാ, ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നണീറ്റുയർത്തു വന്നതാ, മുലമുറിച്ച നാരിയും കല്ലുമാല സമരവും വില്ലുവണ്ടി താണ്ടി വന്ന ദൂരമാകെയും, മുലമുറിച്ച നാരിയും കല്ലുമാല സമരവും വില്ലുവണ്ടി താണ്ടി വന്ന ദൂരമാകെയും, പടഹവീര്യമോടയന്നു പൂർവസൂരികൾ നയിച്ച സമരത്യാഗരുതിരഗാഥ ഓർത്തു നീങ്ങിടാം, പടഹവീര്യമോടയന്നു പൂർവസൂരികൾ നയിച്ച സമരത്യാഗരുതിരഗാഥ ഓർത്തു നീങ്ങിടാം, ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നണീറ്റുയർത്തു വന്നതാ, ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നണീറ്റുയർത്തു വന്നതാ, കൂലിയില്ല വേലയും കുഴിയിലുള്ള കഞ്ഞിയും കൂര ചുട്ടു ചമ്പലത്തും കൂരിരുട്ടിലും, കൂലിയില്ല വേലയും കുഴിയിലുള്ള കഞ്ഞിയും കൂര ചുട്ടു ചമ്പലത്തും കൂരിരുട്ടിലും, ഗാന്ധിയെ പുറത്തിരുത്തു മാമനക്കതിന്നു പേര് കാലചരിത ചുവരെഴുത്തിൽ വജ്രശോഭയോ, ഗാന്ധിയെ പുറത്തിരുത്തു മാമനക്കതിന്നു പേര് കാലചരിത ചുവരെഴുത്തിൽ വജ്രശോഭയോ, ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നണീറ്റുയർത്തു വന്നതാ, ഇതിലുമേറെ പണ്ടു നമ്മൾ
നമ്മൾ പൊരുതി നിന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. പിന്നിലേക്ക് നോക്കി നമ്മൾ മൂർച്ച കൂട്ടിടും, മുന്നിലേക്ക് നീങ്ങിടാനദൂർജമായിടും. പിന്നിലേക്ക് നോക്കി നമ്മൾ മൂർച്ച കൂട്ടിടും, മുന്നിലേക്ക് നീങ്ങിടാനദൂർജമായിടും. ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. ഒരിക്കൽക്കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തായാലും അടുത്ത 13, 14, 15, 16 ദിവസങ്ങളിൽ ഞാനും ഗൈഡുള്ള റെഡിയാണ്. ഞാനും എൻ്റെ ടീമും എല്ലാ ദിവസവും ഇവിടെ നിലമ്പൂരിൽ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിട്ട് എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം. അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ നിന്ന്, അരങ്ങിൽ നിന്ന്, ഓഡിയൻസിൽ നിന്ന് തിരിച്ചു പോകുന്നവർ നമ്മുടെ മീഡിയ ടീം പുറത്ത് തയ്യാറായി നിൽപ്പുണ്ട്. അവരോട് 1-2 വാക്കുകൾ അവർക്ക് മുന്നിൽ പറഞ്ഞ് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി നമ്മെ അഭിസംബോധന ചെയ്യുന്നത് PT കുഞ്ഞിമുഹമ്മദ്. വേദിയിലെ ആശങ്കയെ ഞാൻ ഇങ്ങോട്ട് വരാനുണ്ടായ പ്രധാന കാരണം 1994 ഇതുപോലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട് മത്സരിച്ച് മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തിയ ഒരാളാണ് എന്നുള്ളത്. ആ വിജയം ഇവിടെയും ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ. തമിഴ്നാട്ടിൽ ഒരിക്കലും ജയിക്കാത്ത ഒരു മണ്ഡലമായിരുന്നു ഗുരുവായൂർ. അവിടെയാണ് യാതൊരു രാഷ്ട്രീയ പരിചയവുമില്ലാത്ത എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഖാവും നേതാവുമായ MP ഗോവിന്ദൻ മാഷയും പിണറായി വിജയനൊക്കെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ആ തെരഞ്ഞെടുപ്പിൽ വെച്ചാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ തെരഞ്ഞെടുപ്പിൽ ഞാനുമായി മത്സരിച്ചത് അബ്ദുൽ സമദ് സമദാനി എന്ന് പറയുന്ന മുസ്ലിം ലീഗിലെ അതിഗംഭീരനായ സ്ഥാനം. അദ്ദേഹമാണെങ്കിൽ ഗംഭീരമായി പ്രസംഗിക്കുന്ന ആളാണ്. എനിക്ക് 2 വാക്ക് പോലും അന്ന് സംസാരിക്കാൻ അറിയായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. അവിടെ നിന്ന് പിന്നീട് ആ മണ്ഡലം ഒരിക്കലും UDF കിട്ടിയില്ല എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പ്രധാനമായിട്ടും ഇവിടെ മത്സരിക്കുന്ന M സ്വരാജ്, പൂർണ്ണ സ്വരാജ്, അതാണ് എന്നുള്ളത്. പൂർണ്ണ സ്വരാജ് 1929 ലാഹോറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസ്സാക്കിയ പൂർണ്ണ സ്വരാജ് അതിൽ നിന്നായിരിക്കണം ആ പേര് അദ്ദേഹത്തിൻ്റെ പിതാവ് നൽകിയതെന്ന് വിശ്വസിക്കുന്നു. പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട M സ്വരാജ് മത്സരിക്കുന്നത് ഒരു വിപ്ലവത്തിൻ്റെ വളരെ ശക്തമായ അടിത്തറയുള്ള ഒരു മണ്ണിലാണ് എന്നുള്ളത്. എത്രയോ പോരാട്ടങ്ങൾ, സാംസ്കാരികമായ പോരാട്ടങ്ങൾ, രാഷ്ട്രീയമായ പോരാട്ടങ്ങൾ എല്ലാം നടന്ന മണ്ണാണ്. ഇതിൽ ഒരു കാര്യം മാത്രമേ ഞാൻ പറയാം. ഇവിടെ നടത്തിയ, ഇന്ത്യയിൽ നടത്തിയ ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജി ഈ പ്രദേശത്ത് നടത്തിയ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം. മലയാള രാജ്യം എന്ന തൻ്റെ പ്രസിദ്ധമായിട്ടുള്ള മലബാറിലെ പുതിയ രാജ്യമുണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇത് നടത്തിയത്. അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഇവിടെ നിന്നാണ്, നിലമ്പൂരിൽ നിന്നാണ്. കാളികാവിൽ നിന്ന് നടത്തി കയറുകൊണ്ടും ചങ്ങല കൊണ്ടും ബന്ധിപ്പിച്ച് എല്ലാവരും കല്ലെറിഞ്ഞ് തുപ്പിയും താടി പിടിച്ച് പറിച്ചുകൊണ്ടാണ് മലപ്പുറത്തെ കോട്ടക്കുന്നിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയത്. കോട്ടക്കുന്നിൽ കൊണ്ടുപോയ അദ്ദേഹത്തിൻ്റെ വിചാരണ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വിചാരണയാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കാൻ പോലും കൂട്ടാക്കാതെ ഇച്ചുകോക്ക് നടത്തുന്ന വിചാരണയുണ്ട്. അത് ഗംഭീരമായിട്ടുള്ള വിചാരണയുണ്ട്. അതിൽ പൊളിറ്റിക്കലായിട്ടുള്ള മറുപടികളുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത്, അദ്ദേഹം ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദേശീയ സമരത്തിൽ പങ്കെടുത്തത്. അതിനെക്കുറിച്ച് ഇച്ചുകോക്ക് ചോദിക്കുന്നുണ്ട്, വാട്ട് അബൌട്ട് ഖിലാഫത്ത്? പ്രകടമായ ഉത്തരം, ഇറ്റ് ഈസ് എ ടർക്കിഷ് മാറ്റർ.
എന്താണ് ഇറ്റ്സ് എ ടർക്കിഷ് മാറ്റർ, ഇറ്റ്സ് നോട്ട് മൈ മാറ്റർ. ഞാൻ അത് ഉപയോഗിച്ചത് നിങ്ങൾക്കെതിരെ പൊരുതാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ വീര സേനാനിയും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹത്തെ കബറടക്കാൻ കൂട്ടാതെ കത്തിച്ച് കളയും. അദ്ദേഹത്തിന്റെ മുഴുവൻ ഡോക്യുമെന്റ്സും കത്തിച്ച് കളയുകയാണ് ചെയ്തത്. അത് കത്തിക്കാൻ മണ്ണെണ്ണ കൊണ്ടുകൊടുത്തത് 2 മുസ്ലിം സഹോദരന്മാരാണ് എന്നുകൂടി നമ്മൾ വായിക്കേണ്ടതുണ്ട്. പ്രത്യേകമായിട്ട് അങ്ങനെയാണ് അത് നടന്നത്. ആ പോരാട്ടത്തെ 921 മലബാറിൽ നടന്ന പോരാട്ടത്തെ 923 കാക്കിനാട കോൺഗ്രസിൽ വെച്ച് കോൺഗ്രസ് തള്ളി. അത് പറയാനാണ് പറഞ്ഞത്. അത് പറയാനാണ് അത്തരത്തിലുള്ള ധീരമായ പോരാട്ടത്തെ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞു. അതാണ് ആദ്യമായിട്ട് ഇന്ത്യയിലുണ്ടായ ചതിയുടെ വഞ്ചനയുടെ ചരിത്രം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വഞ്ചി പറഞ്ഞ തീർന്നില്ല. വീണ്ടും മലബാറിലുണ്ടായിരുന്ന മാപ്പിള ഔട്ട്റേജിയസ് ആക്ട് സെൻട്രൽ അസംബ്ലിയിൽ ചർച്ചയ്ക്ക് വന്നു. 30കളിൽ ഏത് മാപ്പിളയെ കണ്ടാലും അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ മാപ്പിള ഔട്ട്റേജിയസ് ആക്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമം എടുത്തു കളയണമെന്ന് പറഞ്ഞുകൊണ്ട് സെൻട്രൽ അസംബ്ലിയിൽ വലിയ ഒരു സമരം നടത്തി. വലിയ പ്രക്ഷോഭം. അതിൽ നിരവധി ആളുകൾ, പ്രഫുല്ലമായി പട്ടേലിപ്പോൾ നിരവധി ആളുകൾ അത് എടുത്തു കളയേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ ശക്തമാണ് അവിടെ അത് എടുത്തു കളയരുത്, മലബാറില് ആ കരി നിയമം നിലനിൽക്കണമെന്ന് പറഞ്ഞു. അന്ന് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന മുഹമ്മദ് അലി ജിന്നയായിരുന്നു ആ നേതാവ് എന്നും ഓർക്കണം. ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പോരാട്ടങ്ങളെയും തള്ളിപ്പറഞ്ഞ ഒരു മുന്നണിയാണ് സ്വരാജിനെതിരെ ഇവിടെ മത്സരിക്കുന്നത് എന്ന് നല്ല ചരിത്രമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകണം. ചരിത്രം ഒരിക്കലും കൊടുക്കുകയില്ല, ചരിത്രത്തെ മറക്കുകയില്ല. ചിലപ്പോഴുള്ള ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. നിരവധി ജനങ്ങൾക്ക് ഒരുപാട് തമാശകൾ പറയും. ഒരുപാട് എന്നെ കാപ്പറാക്കിയല്ലോ, എന്റെ മക്കളെ പേര് പറഞ്ഞിട്ട് എന്നെ കാപ്പറാക്കിയല്ലോ, എന്നല്ല ഞാൻ പള്ളി പൊളിക്കുന്നു പറഞ്ഞല്ലോ. ഗുരുവായൂർ അമ്പലങ്ങളുടെ അടുത്തുള്ള ഒരു ജാറം ഞാൻ പൊളിക്കുമെന്ന് ലീഗുകാർ പറഞ്ഞു. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. സ്വരാജ് സ്വരാജ് അത് മാത്രമായിരിക്കും നിലമ്പൂരിൽ നിന്ന് വരുന്ന ഏക പേര് കേരള നിയമസഭയിലേക്ക് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് പറയുന്നത് നിർത്തുന്നു. അടുത്തതായി ഷീല ടോമി. ഏറ്റവും ബഹുമാനപ്പെട്ട നിലമ്പൂർ ആഴ്ച വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരെ, കലാപ്രവർത്തകരെ, നിലമ്പൂരിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിത്രങ്ങളെ, എല്ലാവർക്കും ഗംഭീരമായ നമസ്കാരം. നമുക്കറിയാം, നമ്മളിപ്പോൾ ഉണ്ടായിരുന്ന സ്വരാജ് ഇപ്പോൾ ഈ വേദിയില്ല. സ്വരാജിനറിയാം സ്വരാജ് എവിടെ ആയിരിക്കണമെന്ന്. അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആരാണ് സ്വരാജ്. ജനങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ നിന്നവനാണ്, ഇനിയും എപ്പോഴും നിൽക്കുന്നവനാണ് സ്വരാജ് എന്ന് നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞാൻ സ്വരാജിനെ പറ്റി പറയുന്നില്ല. എന്നേക്കാൾ നന്നായി സ്വരാജിനെ അറിയുന്നവരും ഈ സ്വരാജിന്റെ രാഷ്ട്രീയം അറിയുന്നവരുമാണ് വേദിയിൽ സദസ്സിൽ നിൽക്കുന്ന നിങ്ങളെല്ലാവരും. നേരത്തെ മോഹൻ മാഷും അശോകനും പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ കൂടി സ്വരാജിന് വേണ്ടി ഒരു വോട്ട് അഭ്യർത്ഥിച്ചതിൻ്റെ പേരിൽ ഒരുപാട് അധിക്ഷേപം കേട്ട ഒരാളാണ് ഞാൻ. അങ്ങനെ അധിക്ഷേപം കേൾക്കേണ്ടി വന്ന ഒരുപാട് പേരുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് ശരിക്കും വയനാട്ടിലേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് തന്നെ അധിക്ഷേപിച്ചവരുടെ മറുപടി എന്നുള്ള നിലയിൽ തന്നെ പരസ്യമായി ഈ വേദിയിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ എഴുതാൻ ധൈര്യമില്ലാത്ത ചില ഈ മെസ്സേജ് ബോക്സിലൊക്കെ വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരുപാട് ഉപദേശങ്ങൾ, അന്യഗ്രഹണങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, പ്രീണനങ്ങൾ, അങ്ങനെ പല 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 മെസ്സേജുകൾ വന്നു. അതിനിടയിൽ കുറേ തിട്ടൂരങ്ങൾ, വെല്ലുവിളികൾ. അതിനിടയിൽ ഒരു സന്ദേശം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ വളരെ പ്രഗത്ഭനായ വ്യക്തിയാണ്. നീങ്ങി തുടങ്ങിയിരിക്കുന്ന ഒരു കപ്പലിലേക്കാണ് നിങ്ങൾക്ക് കാൽ വെച്ച് കയറിയിരിക്കുന്നത്. ഞാൻ അയാളോട് പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇപ്പോഴറിയില്ല, ഞാൻ പണ്ട് മുതലേ എപ്പോൾ മുതലേ ഞാൻ ഈ കപ്പലിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടില്ലെന്നേ ഉള്ളൂ, എൻ്റെ എഴുത്തുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എനിക്കെൻ്റെ രാഷ്ട്രീയം മനസ്സിലായി കാണില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എഴുത്തുകാരിയാണെന്നൊന്നും ഞാൻ കരുതുന്നില്ലല്ലോ, വേണ്ട. പക്ഷേ ഈ കപ്പൽ മുങ്ങി തുടങ്ങിയെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു കപ്പൽ മുങ്ങുകയാണെങ്കിൽ ആ കപ്പലിൽ നിന്ന് ഏറ്റവും
ഒടുവിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ആരായിരിക്കും? അതിൻ്റെ നാവികർ, അതിൻ്റെ ചുമതലയുള്ള ആളുകളായിരിക്കും അതിൽ നിന്ന് അവസാന നിമിഷം വരെ കപ്പലിനോടൊപ്പം നിൽക്കുന്നത്. നിങ്ങൾ പറയുന്ന ഈ കപ്പലിൽ യാത്രക്കാരേ ഇല്ല. അതിലുള്ള ലക്ഷാനുലക്ഷം മനുഷ്യരെല്ലാം അതിൻ്റെ നാവികരാണ്. അടിസ്ഥാന വർഗം എന്ന പേരിട്ട നാവികരാണ് ഈ കപ്പലിലുള്ളത്. അതുകൊണ്ട് ഏത് കീഴിൽ മുങ്ങിയാലും അതിനെ ഉയർത്തിയെടുക്കാനുള്ള ഒരു വലിയ ശക്തി അതിനുണ്ട്. എന്നാൽ നിങ്ങൾ കെട്ടിപ്പൊക്കുന്ന ഈ ടൈറ്റാനിക്കുകൾ നുണകൾ കൊണ്ട്, ചരിത്രം തിരുത്തിയ ഇടലുകൾ കൊണ്ട്, അശാസ്ത്രീയതകൾ കൊണ്ട് നിങ്ങൾ കെട്ടിപ്പോക്കുന്ന ടൈറ്റാനിക്കുകൾ ഉടഞ്ഞുപോയാൽ ഒരു മനുഷ്യൻ പോലും നിങ്ങളുടെ രക്ഷയ്ക്കുണ്ടാവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ലോഗൗട്ട് ചെയ്ത് പോവുകയുണ്ടായി. അപ്പോൾ നമുക്കറിയാം, അപജയമില്ലാത്ത സംഘടന ഇപ്പം ഇടതുപക്ഷ വിശ്വാസികളെ നേരെ വരുന്ന പ്രത്യേകമായുള്ള ഒരു ആരോപണം, സംഘടനയ്ക്ക് അപജയം വന്നുപോയി. അങ്ങനെയുള്ളൊരു സംഘടനയിൽ എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. അപജയമില്ലാത്ത, ഇരുണ്ട കാലത്ത് അപജയമില്ലാത്ത ഒരു സംഘടനയും ഇന്നും നമ്മുടെ സമൂഹത്തിലും നിലനിൽക്കുന്നില്ല. ഈ അപജയങ്ങൾ അംഗീകരിക്കാനും ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വരുവാനുമാണ് ഈ സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇതിൻ്റെ ഭാഗമായ, അല്ലെങ്കിൽ ഈ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. സ്വരാജിനെ പറ്റി പറഞ്ഞാൽ, സ്വരാജ് എന്ന പ്രഭാഷകനെ, സ്വരാജ് എന്ന വായനക്കാരനെ, സ്വരാജ് എന്ന എഴുത്തുകാരനെ ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല. എനിക്ക് തോന്നുന്നു സ്വരാജ്, ഇപ്പം എല്ലാവരും പറഞ്ഞു സ്വരാജ് ജയിച്ചു കഴിഞ്ഞെന്ന്. ഇനിയിപ്പോൾ ജയിച്ചു കഴിഞ്ഞ് വന്ന് സ്വരാജ് എന്ത് ചെയ്യുമെന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 9 മാസങ്ങളെ മുമ്പിലുള്ളെങ്കിലും അതൊരു അതിദീർഘമായ നിയമസഭാ കാലഘട്ടത്തിൻ്റെ തുടക്കമെന്ന നിലയിൽ സിറാജിന് വിശ്രമിക്കാൻ നേരമുണ്ടാവുകയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിലമ്പൂരിൽ അദ്ദേഹത്തെ കാത്തുകിടക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ആദിവാസികൾ ഭൂമി പ്രശ്നവുമായിട്ട് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അതിനെ സ്വരാജ് അഡ്രസ്സ് ചെയ്യുമോ? അല്ലെങ്കിൽ നിലമ്പിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ സ്വരാജ് എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്നെല്ലാം സ്വരാജിന് തെളിയിച്ചു കൊടുക്കാനുള്ള ഒരു വോട്ടവകാശം ഈ നിലമ്പൂരിലെ ജനങ്ങൾ ഉപയോഗിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. സ്വരാജിനെക്കുറിച്ചുള്ള ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത്, സ്വരാജിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഒരിക്കൽ കേൾക്കുന്നുണ്ടായി. സ്വരാജിൻ്റെ അല്ല, അദ്ദേഹം മുകുന്ദേട്ടനുമായിട്ട് സംസാരിക്കുകയാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അതിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന വേദിയിൽ വെച്ചിട്ട്, നമുക്കറിയാം മയ്യഴിപ്പുഴ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ദാസനെയും ചന്ദ്രികയെ ഓർക്കും, അല്ലെങ്കിൽ വെള്ളിയാങ്കല്ലും തുമ്പികളൊക്കെ ഓർക്കും. പക്ഷേ ഇവിടെ സ്വരാജ് 1 മണിക്കൂർ നിന്ന പ്രഭാഷണത്തിൽ ഊന്നിപ്പറഞ്ഞ ഒരേ ഒരു കാര്യം, ആ ഒരു പുസ്തകത്തിൻ്റെ വായനയെ വേറൊരു തലത്തിലേക്ക് മാറ്റിക്കൊണ്ടുപോയ ഒരു പരാമർശമായിരുന്നു, മനുഷ്യൻ്റെ ഒരു തുള്ളി രക്തത്തിന് കിരീടങ്ങളെക്കാൾ വിലയുണ്ട്. ഒരു പുസ്തകത്തിൻ്റെ ആകെത്തുകയായിട്ട് ആ ഒരു വാചകം കണ്ടെടുക്കുന്ന സ്വരാജിന് തീർച്ചയായും മനുഷ്യരോടൊപ്പം നിൽക്കാൻ കഴിയും. സ്വരാജ് വിജയിക്കും. നിങ്ങളെ നിലമ്പൂർ അവരെ വിജയിപ്പിക്കും. അടുത്തത് പ്രിയ കഥാകാരൻ KP രാമനുണ്ണി. രീതിയിലും സദസ്സിലുമുള്ള പ്രഗത്ഭരെ, സുഹൃത്തുക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലമ്പൂരിലെ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ആവേശം കൊണ്ടാണ് ഇത്ര അധികം കലാകാരന്മാരും എഴുത്തുകാരുമെല്ലാം നിരുപാധികമായിട്ടുള്ള പിന്തുണയുമായി സ്വരാജിൻ്റെ പുറകെ വന്നിട്ടുള്ളത്. എന്ത് നെറികേടുകളും അധികാര രാഷ്ട്രീയവും വ്യാജങ്ങളും നടക്കാൻ പ്രാപ്തമായിട്ടുള്ള ഈ കാലത്ത് നിലപാടുകൾക്ക് വിലയുണ്ട്, ആദർശാത്മകതയ്ക്ക് വിലയുണ്ട്, ആശയ വ്യക്തതയ്ക്ക് വിലയുണ്ട് എന്ന് പ്രഖ്യാപിക്കലായിരുന്നു സത്യത്തിൽ സ്വരാജിനെ ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വരാജിൻ്റെ പോലെ ആശയവ്യക്തതയും നിലപാടിലുള്ള തെളിമയും എന്തൊരു കാര്യവും വ്യക്തമായി സ്ഥാപിക്കാനുള്ളൊരു ഭാഷയുമുള്ള ഒരു നേതാവ് വളരെ ചുരുക്കമാണ് എന്നറിയാം. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ ഇങ്ങനെയൊരു ചെറുപ്പക്കാരനായിട്ടുള്ള ആശയവ്യക്തതയുള്ള ഒരു നേതാവിനെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയും ആ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന സ്വരാജിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത് എല്ലാ കാലുഷ്യങ്ങൾക്കുമെതിരെ, എല്ലാ വ്യാജങ്ങൾക്കുമെതിരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലപാടെടുക്കുക എന്നതിൻ്റെ കൃത്യമായ സൂചന കൂടിയാണ്. ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ പ്രധാനമാണ്.
കാരണം മനുഷ്യ സംസ്കാരത്തെ തന്നെ നശിപ്പിച്ച് മാനവതയെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഫാസിസത്തിന്റെ രാഷ്ട്രീയമാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കേണ്ടത് സാംസ്കാരിക പ്രവർത്തനമാണ്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ബോധ്യമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ് സാംസ്കാരിക പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. ഞാൻ കുറേ എഴുത്തുകാരോടുമെല്ലാം ചോദിച്ചു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നല്ലാതെ ആർക്കും ഒരു ഫോൺ കോളും വന്നിട്ടില്ല. ഒരു ലോക്യത്തിന് വേണ്ടിയിട്ടെങ്കിലും ഞങ്ങളെ ഒന്ന് പിന്തുണയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് സാംസ്കാരിക രംഗത്തുള്ളവരുടെ പിന്തുണ തേടിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ്. ഇങ്ങനെ സാഹിത്യത്തിൽ, ചരിത്രത്തിൽ, മറ്റ് സാംസ്കാരിക വിഷയങ്ങളിലുള്ള അവഗാഹമാണ് സത്യത്തിൽ സ്വരാജിനെ വ്യത്യസ്തമാക്കി നിൽക്കുന്നത്. പൂർണ്ണ സ്വരാജാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. ഇങ്ങനെ പേരിൽ തന്നെ സ്വരാജ് ഉണ്ടായിട്ട് കൂടി അദ്ദേഹത്തെ രാജ്യദ്രോഹിയാക്കാനുള്ള ശ്രമം നടത്തി. ഇവിടെ യുദ്ധത്തിനെതിരായി പറഞ്ഞു, യുദ്ധത്തിനെതിരായി പറയാന്നുള്ള മനുഷ്യത്വമുള്ള ആർക്കും പറയേണ്ട ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ അത് രാജ്യദ്രോഹമായിട്ട് സ്വരാജ് എന്നു പേരുള്ള നമ്മുടെ സഖാവ് സ്വരാജിനെ രാജ്യദ്രോഹിയാക്കി കൂടി മുദ്രകുത്താനുള്ള ശ്രമം നടന്നു. സ്വരാജിൻ്റെ മതനിരപേക്ഷത, വർഗീയതയോടുള്ള എതിർപ്പ് അത് വെറുതെ വാചകപ്യമല്ല. വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും പിന്തുണയോടുകൂടി എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്, എഴുതേണ്ടത്, നിലപാടെടുക്കേണ്ടത് എന്നതിൻ്റെ മാതൃക തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ അവബോധം കൊണ്ട് തന്നെയാണ് സ്വരാജ് എന്ന വലിയൊരു നേതാവുണ്ടായി വന്നിട്ടുള്ളത്. അഴീക്കോട് മാഷ് ജീവിച്ചിരിക്കുന്ന കാലത്ത് പറയാറുണ്ട്, അഴീക്കോട് മാഷ് ഒരു പ്രസംഗിക്കുകയാണെങ്കിൽ അത് നേരെ എഴുതിയിട്ട് പ്രസ് കൊടുത്താൽ നേരെ ലേഖനമായിട്ട് ഇങ്ങോട്ട് വരുന്നു. ഇന്ന് അങ്ങനെ ഒരു പ്രസംഗം ചെയ്യാൻ കഴിവുള്ള ഒരാൾ സ്വരാജാണ്. സ്വരാജിന് പ്രസംഗം എഴുതിയിട്ട് പ്രശ്നം കൊടുത്തുകൊണ്ട് ഒത്ത ലേഖനമായിട്ടൊരു വാചകക്കടലയിൽ കൂടി തകരാറുണ്ടാവില്ല. ഈ കഴിവുള്ള, സാഹിത്യത്തിലും കലയിലും സംസ്കാരിക വിഷയത്തിലും പ്രാപ്തിയുള്ള ഈ സ്ഥാനാർത്ഥി തന്നെയാണ് നിലമ്പൂര് പോലെയുള്ള മണ്ണിൽ മത്സരിക്കേണ്ടത്. അദ്ദേഹത്തെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. ഇവിടുത്തെ നിലമ്പൂർക്കാർ, മലബാറിലുള്ളവർ, മലപ്പുറം ജില്ലക്കാർ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. എല്ലാ നെറികേടുകൾക്കും എതിരായിരുന്നു മലപ്പുറം ജില്ല, എല്ലാ സാമ്രാജ്യത്വത്തിനും എതിരായിരുന്നു മലനാടൻ ജില്ല, എല്ലാ നാട്യങ്ങൾക്കും എതിരായിരുന്നു മലപ്പുറം ജില്ലയും നിലമ്പൂരും. ആ നിലമ്പൂരിലെ വോട്ടർമാർ തീർച്ചയായിട്ടും ആർജവത്തിൻ്റെ, ആദർശാത്മകതയുടെ പ്രതിരൂപമായിട്ടുള്ള സ്വരാജിനെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. ഇന്ന് വെറുതെ തമാശയ്ക്കൊന്നുമല്ല, ഇവിടെ കുറേ എഴുത്തുകാരൊക്കെ രാഷ്ട്രീയമായിട്ട് കൃത്യമായി നിലപാടെടുത്തപ്പോൾ പലർക്കും പൊള്ളി എന്ന് നാരായണമാഷ് ഇവിടെ പറഞ്ഞല്ലോ. ഇത് പൊള്ളാനുള്ള കാരണം ഇന്ന് എഴുത്തുകാർ പ്രതിലോമ രാഷ്ട്രീയത്തിന് നിലപാടെടുക്കരുത്. കാരണം അവർ മിണ്ടാതിരിക്കാൻ തീരുമാനിച്ചവരാണ്. അവർ മൗനം കൊണ്ട് രാജ്യത്ത് വിളയാടുന്ന ഫാസിസത്തിന് പിന്തുണ നൽകാൻ തയ്യാറെടുത്തപ്പോഴാണ് കുറച്ച് എഴുത്തുകാർ ശബ്ദമുയർത്തി തങ്ങളുടെ നിലപാട് പറഞ്ഞപ്പോൾ അവർക്കെതിരായി കളി തുള്ളിയത്. ഇത് നമ്മൾ ജാഗ്രതയോടുകൂടി കണ്ടാണ്. ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ എഴുത്തുകാരും കലാകാരന്മാരും അടിസ്ഥാനപരമായി രാഷ്ട്രീയ നിലപാടുകളും എടുത്തവരാണ്. ഇതിനെതിരായിട്ടുള്ള അസഹിഷ്ണുത തീർച്ചയായിട്ടും നമുക്ക് ജാഗ്രതയോടുകൂടി കാണുക തന്നെ വേണം. സാംസ്കാരികത്തും കലാരംഗത്തും ഒറ്റുകാരുണ്ട് എന്ന് നാം മനസ്സിലാക്കി അവരെ കൂടി തിരുത്താനുള്ള ശ്രമം നടത്തണം. റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞ പോലെ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. അതെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിശ്രമിക്കാൻ സമയമായിട്ടില്ല. അത് വിജയിച്ച് പ്രവർത്തിക്കണം. മൈൽസ് ടു ഗോ ബിഫോർ വി ക്യാൻ സ്ലീപ്. അതുമാത്രം ആശംസിച്ചുകൊണ്ട് സ്വരാജിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ഇനി സംസാരിക്കുന്നത് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ. ആദരണീയരായ പ്രിയപ്പെട്ടവരായ സുഹൃത്തുക്കളെ, സഖാക്കളെ, എം സ്വരാജ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതാദ്യം പ്രഖ്യാപിക്കും. മറ്റൊരു കാര്യം, ഇതൊരു നിർണായകമായ ഉപതെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിലെ എം സ്വരാജിൻ്റെ വിജയം കേരള ചരിത്രത്തിൽ ആദ്യമായി മൂന്നാമതൊരു ഇടതുപക്ഷ
സർക്കാരിനെ കൊണ്ടുവരാനുള്ള പച്ചക്കൊടിയായി തീരും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നേരത്തെ അവരൊക്കെ പറഞ്ഞതുപോലെ സ്വരാജിൻ്റെ ഒരു സവിശേഷത മലപ്പുറം ജില്ലയുടെ മുഴുവൻ പോരാട്ട വീര്യങ്ങളും കിഴക്കൻ ഏറനാട്ടിലെ തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഏറനാട്ടിലുടനീളം വിപ്ലവത്തിജ്വാലയായി പടർന്ന കുഞ്ഞാലിയുടെയും പടിഞ്ഞാറൻ കടലിലെ മുഴുവൻ സഹന സമരവിജയവും ആവാഹിച്ച ഇമ്പിച്ച് ബാവയുടെയും പോരാട്ട വീര്യം സ്വരാജിലുണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള ലോക കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികരായിരുന്ന EMSൻ്റെയും കെ ദാമോദരൻ്റെയും സൈദ്ധാന്തിക അടിത്തറയും സ്വരാജിലുണ്ട്. അതിലുപരിയായി ഒരു നല്ല സർഗാത്മക സാഹിത്യകാരനാണ്. ഞാൻ അദ്ദേഹം പ്രീഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് മിനിപ്രസാദ് ആണിനെ പരിചയപ്പെടുത്തിയത് തുങ്കത്തറ കോളേജിൽ വന്ന കാലത്ത്. അന്നും കഥാകൃത്താണ് സ്വരാജ്. കവിത എഴുതിയിട്ടുണ്ട്, 3-4 പുസ്തകങ്ങളുണ്ട്. ഒരു പുസ്തകം വായിച്ചില്ലെങ്കിലും M. സ്വരാജിൻ്റെ പൂക്കളുടെ പുസ്തകം എന്ന അതിഗംഭീരമായ ഒരു പുസ്തകമുണ്ട് മലയാളത്തിൽ. അതിനു മുമ്പും അതിനു ശേഷവും അങ്ങനെ ഒരു പുസ്തകം ഉണ്ടായിട്ടില്ല. ഒരേ ഒരു സ്വരാജ് പോലെ ഒരേ ഒരു ഗ്രന്ഥം പൂക്കളുടെ പുസ്തകം. മേന്തോന്നിപ്പൂവ് എന്ന ഒരു നാട്ടുപൂവിനെ അന്വേഷിച്ച് അനേക നാഴിക നടന്ന സ്വരാജ് ആ മേന്തോന്നിപ്പൂവ് കാർത്തികപ്പൂവാണെന്ന് കണ്ടെത്തുന്നുണ്ട്. ശ്രീലങ്കൻ സമര പോരാട്ടത്തിൻ്റെ പ്രതീകമാണെന്ന് കണ്ടെത്തുന്നുണ്ട്. റോസാപ്പൂവിനെ കുറിച്ച് എഴുതുന്നു. സൂര്യകാന്തിയെ കുറിച്ച് എഴുതുമ്പോൾ G. ശങ്കരക്കുറുപ്പിനെ കുറിച്ച് ഉപന്യസിക്കുന്നു. മാമ്പൂവിനെ കുറിച്ച് എഴുതുമ്പോൾ വൈലോപ്പള്ളിയെ കുറിച്ച് ഉപന്യസിക്കുന്നു. ഇങ്ങനെ ഒരു പൂവിനെ മുൻനിർത്തിക്കൊണ്ട് ഡഫോഡിൽസിനെ കുറിച്ച് പറയുന്നു. ലോകത്തെ പൂക്കളെ മുഴുവൻ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ ചാർത്തിക്കുന്ന ഒരു എഴുത്ത് M. സ്വരാജ് എന്ന എഴുത്തുകാരനല്ലാതെ മറ്റൊരാളിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഒരു എഴുത്തുകാരനെന്ന നിലയിൽ ഏറ്റുപറയാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. പൂ കാണിച്ച് വക്കീൽ ഗുമസ്തനെ വിരട്ടുന്നതിനെ കുറിച്ച് പാബ്ലോ നെരൂദ ഒരു കവിത എഴുതി. പൂവിൻ്റെ ലൗല്യം, നൈർമല്യം, വിശുദ്ധി ഉപയോഗിച്ച് കാലുഷ്യം ലേശമേതുമില്ലാതെ വലത്തുപക്ഷ വർഗീയ ഫാഷിസ്റ്റ് മുതലാളിത്ത കൂട്ടുകെട്ടിനെ തോൽപ്പിക്കാൻ ഇത്രയും ചെറുപ്പക്കാരനായ ഒരാൾ മലപ്പുറം ജില്ലയിൽ ജനിച്ച് പോരാടി പഠിച്ചും പോരാടിയും ഇതുവരെ എത്തിയെന്നത് എന്നെ സംബന്ധിച്ചൊരു അഭിമാനമാണ്. ആ അഭിമാനം പ്രകടിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഈ നാടിനൊരു ചരിത്രമുണ്ട്. നേരത്തെ ഇത് ഉദ്ഘാടനം ചെയ്ത നിലമ്പൂർ ആയിഷത്ത, നിലമ്പൂർ യുവജന സംഘത്തിൻ്റെ EK അയമു എഴുതിയ ഇത് നല്ലൊരു മനസ്സനാകാൻ നോക്കുക എന്ന നാടകത്തിലെ മുഖ്യ അഭിനേത്രിയായി. യാഥാസ്ഥിതിക വിലക്കുകൾ അതിതീക്ഷ്ണമായിരുന്ന കാലത്ത് വെടിയുണ്ടകൾക്കും കല്ലേറുകൾക്കുമിടയിൽ നിന്ന് നെറ്റിയിൽ ഏർഗം കൊണ്ട് വെടികൊണ്ട് ചോര വാർന്നൊഴുകി അഭിനയിച്ച അരങ്ങിൻ്റെ ധീരോദാത്ത നായികയാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കലയ്ക്കും സംസ്കാരത്തിനും ഏറനാട്ടിൻ്റെ മണ്ണിൽ ഒരു സമരമുണ്ട്. EK അയമു ഒരു സാധാരണ തൊഴിലാളിയായി. അദ്ദേഹം വലിയ പണ്ഡിതനൊന്നും ആയിരുന്നില്ല. ആ നാടകത്തിന് വേണ്ടി പാട്ട് എഴുതിയ KG ഉണ്ണീൻ നിലമ്പൂർകാരനാണ്. ഒരു സാധാരണ തൊഴിലാളിയായി. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി എല്ലാവരും ഒരു മാപ്പിളപ്പാട്ട് പാടുന്നത് KG ഉണ്ണീൻ ഇത് നല്ല മനസ്സിലാകാൻ നോക്കുക എന്ന നാടകത്തിന് വേണ്ടി എഴുതിയ അതിതീക്ഷ്ണമായ ഒരു വിപ്ലവ പാട്ടാണത്. മാപ്പിളപ്പാട്ടുമാണ്. ഇന്നും പഴയ സഖാക്കൾക്ക് ഓർമ്മയുണ്ടാവും. അല്ല പടച്ചൊരു ഭൂമിക്ക് തിന്നൊരു കുത്തരു കുത്തകയാക്കി നിറുത്തി അതിനുടയതിരും നിലയുമെ ഇതുവരെ കണ്ടിട്ടുകാതെ ജന്മി അകലയിരുന്നിട്ടതിൽ വിളയുന്നത് തിന്നുകയാണേ റബ്ബേ തിന്നുകയാണേ. കേട്ടാൽ മക്കളപ്പാട്ട 40കളിൽ അള്ളപടത്തൊരു ഭൂമി ഒരു കൂട്ടർ കുത്തകയാക്കി വെച്ച് അതിൻ്റെ അതിർത്തിയും നിലയും അറിയാതെ അതിൽ വിളയുന്നത് തിന്നുന്ന ജന്മിത്വത്തിനെതിരെയാണ് കുഞ്ഞാലിയോടൊപ്പം KG ഉണ്ണീനും EK അയമുവും മാന്യ മുഹമ്മദും ഡോക്ടർ ഉസ്മാനും നിലമ്പൂർ ബാലനും നിലമ്പൂർ ആയിഷയും നിലമ്പൂർ വിജയലക്ഷ്മിയും തുടങ്ങി എത്രയെത്രയോ കലാകാരന്മാർ, നിലമ്പൂരിൻ്റെ ചരിത്രത്തിലെ എണ്ണമറ്റ കലാകാരന്മാർ, SA ജമീലിനെ പോലുള്ള പാട്ടെഴുത്തുകാർ, എത്രയോ ആളുകൾ നിലമ്പൂരിലൂടെ. നിലമ്പൂർ കോവിലകത്തെ തമ്പുരാക്കന്മാരെ വരെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ പാരമ്പര്യമാണ് നിലമ്പൂരിലെ വിപ്ലവ പ്രസ്ഥാനത്തിനുള്ളത്. ആ പാവപ്പെട്ട തൊഴിലാളിയുടെ കണ്ണിലുണ്ണിയായിരുന്ന കുഞ്ഞാലിയെ കൊന്ന ശക്തിയാണ് സ്വരാജിനെ നേരിടുന്നത് എന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വരാജ് ജയിക്കേണ്ടത്
സാംസ്കാരിക പ്രവർത്തകരുടെ അന്തസ്സിൻ്റെ കൂടി ഭാഗമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ കുറിച്ചൊന്നും വിസ്തരിക്കുന്നില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്, അനുജനാണ്. അതുകൊണ്ടാണ് ഇന്ന് തീർച്ചയായും ഇവിടെ വരണം. ഇതൊരു രാഷ്ട്രീയമായ ഹാജർ കൂടിയാണ്. നമ്മൾ ചരിത്രത്തെ മാറ്റിയവരാണ്. എവിടെയൊക്കെ പാവപ്പെട്ടവർ തോറ്റിട്ടുണ്ടോ അവിടെയൊക്കെ അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് നട്ടലുള്ള പ്രത്യയശാസ്ത്രം കൊണ്ടും വർഗബലം കൊണ്ടും സമര വീര്യം കൊണ്ടും ജയിച്ച ജനതയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പിന്തുണച്ചിട്ടുള്ളത്. അതുകൊണ്ട് വയലാറിൻ്റെ വരികൾ അവസാനിപ്പിക്കാം. പ്രിയ സഖാക്കളെ, സുഹൃത്തുക്കളെ, തുടിപ്പുനിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ, തുടിപ്പുനിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ, കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരിനാളങ്ങൾ, കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരിനാളങ്ങൾ. നിങ്ങൾ നിന്ന സമരംഗണഭൂവിൽ നിന്ന കവചങ്ങളുമായി, നിങ്ങൾ നിന്ന സമരംഗണഭൂവിൽ നിന്ന കവചങ്ങളുമായി വന്നു ഞങ്ങൾ വലനാട്ടിലെ മണ്ണിൽ പിന്നിതാ പുതിയ തെൻകൊടി നേടി എന്ന് പൂരിപ്പിക്കേണ്ടത് എഴുത്തുകാരല്ല, നിങ്ങളാണ്. രക്തസാക്ഷികൾ ചങ്കിലെ ചോര കൊണ്ട് നിറം പകർന്ന ചരിത്രത്തിൻ്റെ തെങ്കൊടി പിടിക്കാൻ ഞങ്ങൾ എഴുത്തുകാർക്ക് അത്ര വലിയ സങ്കോചമില്ലെങ്കിൽ ഈ ജനത അതെടുത്തുകൊണ്ട് എം സ്വരാജിനെ ആ മഹത്തായ വിപ്ലവ ശക്തിയുടെ വിജയ പതാകയാക്കി നിലമ്പൂരിൽ നിന്ന് ഉയർത്തിപ്പിടിക്കും. അഭിവാദ്യം. അടുത്തത്